ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സുധിച്ചേട്ടൻ അവസാനമായി ബാക്കി വെച്ചത് എന്ന ഒരു ക്യാപ്ഷനിൽ ഒരു വീഡിയോ രേണുസുധി ഇറക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വീഡിയോ ഞാൻ കണ്ടപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കണം എന്ന് എനിക്ക് തോന്നി ഗൈസ്. നമ്മുടെ യൂട്യൂബ് ചാനൽ 5000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കട്ടെ, 5000 സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ഇത് നമ്മളൊരു മൈൽ സ്റ്റോണാണ് 5000 സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ഇനി നമ്മുടെ കളി മാറി. അപ്പോൾ 5000 സബ്സ്ക്രൈബേഴ്സ് ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ ഒരു കുഞ്ഞ യൂട്യൂബ് ചാനലാണ്, ഒരുപാട് പോരായ്മകളുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കുറേ കാര്യങ്ങൾ റൂമിലൊക്കെ മാറ്റം വരുത്തണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നമ്മുടെ കണ്ടൻറ്റ് ഒരു സാധനം ഡെലിവറി ചെയ്യണ രീതിയൊക്കെ മാറ്റണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഓപ്പൺ മൈൻഡഡായി ചിന്തിക്കുന്ന മനുഷ്യൻ്റെ ഇമോഷൻസിനും മനുഷ്യരുടെ സഹനത്തിനും മനുഷ്യരുടെ നന്മയിലും ഒക്കെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളെ എനിക്ക് സബ്സ്ക്രൈബേഴ്സായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ കുറച്ച് രസമായിട്ട് സംസാരിക്കണം. ഈ കുശുമ്പും പുന്നായ്മയും ഇതൊക്കെ ഓവറായിട്ട് കയറിയിട്ടുള്ള എന്തെങ്കിലും നെഗറ്റീവ് മാത്രം കാണുന്ന അല്ലെങ്കിൽ ഊളജന്തുക്കളെ നമുക്ക് ആവശ്യമില്ല ഉള്ള കാര്യം പറയാലോ. ഇനിയിപ്പോൾ ഊളജന്തുക്കൾ എന്ന് പറയാൻ പറ്റും. മനുഷ്യരിൽ മാറ്റം എല്ലാവരിലും സംഭവിക്കൂലേ. അപ്പോൾ എന്തായാലും കുറച്ച് പ്രോഗ്രസീവായി ചിന്തിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഭാഗമാണെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ അങ്ങനെ ഒരാളാണെങ്കിൽ ദയവേത് പറ്റുകയാണെങ്കിൽ കൺസിഡർ സബ്സ്ക്രൈബിങ്. ഇപ്പോൾ നമ്മുടെ വിഷയം രേണുസുധി ഈ വീഡിയോയിൽ പറയുന്ന കാര്യം നമുക്കൊന്ന് കുറച്ചും ജസ്റ്റ് നോക്കട്ടോ. ഈ ബാഗ് ഇതാണ് അവസാനമായിട്ട് കൊണ്ടുപോയ ബാഗ്. ഇതിൽ ബ്ലഡ് ഉണ്ട്, ചേട്ടൻ്റെ ബ്ലഡ് ഉണ്ട്, ഇതെല്ലാം ബ്ലഡ് ആണ്. അപ്പം ഇതിപ്പോ എല്ലാരും ആ സമയത്ത് പറഞ്ഞു, അയ്യോ കത്തിച്ച് കളയണം, ബ്ലഡൊക്കെ ദാനമല്ലേടി മറ്റോളെ. ഞാനൊന്നുമില്ല, ആയിക്കോട്ടെ ശരി. ഇത് കേൾക്കണം കേട്ടോ. എന്നെ എടുത്തു തന്ന ഡ്രസ്സാണ് ഇത്, എന്റെ ഫേവറേറ്റ് ആണ്. ഞാൻ ഇന്നും അത് കളഞ്ഞിട്ടില്ല, കാരണം ഇന്നും ഞാനിത് സൂക്ഷിക്കുന്നു. അതായത് ഇതിലെ സംഗതി എന്താ അറിയോ, കൊല്ലസുധി അവരുടെ മരണത്തിന് മുമ്പ് വാങ്ങിക്കൊടുത്തിട്ടുള്ള കുറച്ച് വസ്ത്രങ്ങൾ, അതുപോലെ കൊല്ലസുധിയുടെ കുറച്ച് സാധനങ്ങൾ, ഷർട്ട്, മുണ്ട്, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഫോട്ടോസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ അവരിങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് വീഡിയോ. അപ്പോൾ അതിൽ അവർ വന്നിട്ടുള്ള കുറച്ച് കമൻറ്റുകളൊക്കെ ഒരു വീഡിയോസിന് താഴെ വരുന്ന കമൻറ്റുകൾ, ഇൻ്റർവ്യൂസിന് താഴെ വരുന്ന കുറച്ച് കമൻറ്റുകളൊക്കെ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ പോയിന്റിലേക്ക് എത്താൻ അതിന് മുമ്പ് ഈ സാധനം ഇവിടെ ഒന്ന് കാണിക്കണം കേട്ടോ. ഈ അലമാരി എന്ന് വെച്ചാൽ ഞങ്ങൾ കുഞ്ഞിലെ ഉണ്ടായിരുന്ന അലമാരിയാണ് പഴയ വീട്ടിൽ. അത് മുഴുവൻ പാട്ട പോലെ ആയിപ്പോയി കേട്ടോ. കുറെ പേരൊക്കെ അലമാരി ഓഫർ ചെയ്ത് ഇന്ന് ഇത് പറഞ്ഞപ്പോഴാണ് ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ്, ഒരു പെണ്ണാണോ എന്നറിയത്തില്ല, എടി നീ യൂസ് ചെയ്യുന്നെല്ലാം ദാനമല്ലേടി മറ്റവളെ. ഞാനൊന്നുമില്ല, ആയിക്കോട്ടെ ശരി. നീ യൂസ് ചെയ്യുന്നതെല്ലാം ദാനമല്ലേടി, നിന്റെ വീട് ദാനമല്ലേടി, ഇറങ്ങിപ്പോടി. അതെ, എനിക്കെല്ലാം ദാനം തന്നെയാണ്. എല്ലാവരും എനിക്ക് ദാനം തന്നതാണ് ഈ വീടും. ഈ വീട് എൻ്റെ അല്ല, പിള്ളേരുടെ വീടാണ്, ഋതുലിന്റെയും കിച്ചുവിന്റെ വീടാണ്. പക്ഷെ ഇതിൽ ഞാൻ താമസിക്കുന്ന അവരുടെ അമ്മയായോണ്ടാണ് എനിക്ക് നീ കക്കൂസിൽ ഉപയോഗിക്കുന്ന ബക്കറ്റ് പോലും ദാനം തന്നല്ലേടി എന്ന് വരെ എന്നോട് വെല്ലുവിളിച്ച് ചോദിച്ചിട്ടുണ്ട്. ശരിയാണ്, നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ സത്യമാണ്, ഇതെല്ലാം ദാനമാണ്. എനിക്ക് എൻ്റെ കൂട്ടുകാരൊക്കെ ഡ്രസ്സൊക്കെ തരും. അതൊക്കെ ഞാൻ സന്തോഷത്തോടു കൂടി വാങ്ങുന്നത്. കാരണം എനിക്കിപ്പം ചേട്ടനുണ്ടെങ്കിൽ ചേട്ടൻ എങ്ങനെയാണ് കഷ്ടപ്പെട്ടാണല്ലോ എനിക്ക് മേടിച്ചു തരണമാണ് കേട്ടോ. സോ ഈ അലമാരി എന്ന് വെച്ചാൽ ആ അലമാരി എടുക്കാൻ പറ്റത്തില്ല, എടുത്തു കഴിഞ്ഞിട്ട് പൊടിഞ്ഞു പോകാറുണ്ട്. പറഞ്ഞു തരണത് രേണുസുധിയോട് ഇങ്ങനെ സംസാരിച്ചുള്ള കമൻ്റല്ല, മെസ്സേജ് എന്നല്ല പറയാം, മെസ്സേജ് ചെയ്തിട്ടുള്ള ആ ഊള പെണ്ണിനോട് ഒന്നും പറയല്ല. ആ ഊള പെണ്ണിൻ്റെ കെട്ടിയോ ചത്തു പോയിട്ടുണ്ടെങ്കിൽ അനക്ക് മനസ്സിലാവുക എന്തായാലും ബുദ്ധിമുട്ട് എന്ന്. മനസ്സിലാവുണ്ടോ? രേണുസുധിയുടെ ഹസ്ബൻഡ് മരിച്ചു, അവർ ജീവിക്കാൻ വേണ്ടി അനുഭവിക്കുന്ന കുറേ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. അത് മനസ്സിലാവണമെങ്കിൽ ഈ മെസ്സേജോളുടെ പാർട്ട്ണർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് വളരെ ക്രൂരമാണ്, പക്ഷെ ചില സമയത്ത് നമ്മളങ്ങനെ അതേപോലെ സംസാരിക്കേണ്ടി വരും. അതെന്താ അറിയോ, നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ വെറും നമുക്ക് കഥകളും അതേപോലെ അതിൻ്റെ നെഗറ്റീവ്സും കുശുമ്പ് പുന്നായ്മയൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടുപിടിക്കുക. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്താണ് പലപ്പോഴും നമുക്കത് മനസ്സിലാവുണ്ടായിരിക്കുള്ളൂ. എത്ര വൃത്തികെട്ട മനസ്സായിരിക്കും ആ പെണ്ണ് ആ കമൻറ്റ് ചെയ്ത അല്ലെങ്കിൽ ആ മെസ്സേജ് ആ പെണ്ണിനുണ്ടായിരിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കി. ഒരാളുടെ ജീവിതത്തിൽ അങ്ങനെ പാർട്ട്ണർ മരിച്ച് അങ്ങനെ ഒരു അവസ്ഥ വരാണ്ടിരിക്കട്ടെ. എന്നാലും പറയണേ, എന്തൊക്കെ പറഞ്ഞാൽ രേണുസുധി റോൾ മോഡലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതായത് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വെച്ച് ഞാൻ പറയുകയാണ് റോൾ മോഡൽ. കാരണം എന്താ വെച്ചാൽ ഒരു ഭർത്താവ് മരിച്ചിട്ട് അവരങ്ങനെ ഒരുപാട് റിച്ച് ടീമൊന്നുമല്ല. ഭർത്താവ് മരിച്ചിട്ട് ആ കുട്ടികളെ നോക്കി, അച്ഛനെ അമ്മയെ നോക്കി, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് അതിന്ന് ഒരുപാട് കാശൊന്നും അവരുണ്ടാക്കിയിട്ടില്ല. അവർ ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. അപ്പോൾ ഏതുവരെ എത്തി എന്നൊക്കെ പലരും ചോദിക്കണ്ടായിരിക്കും. ഇതിൻ്റെ കണ്ണിക്കടിയാണ് പല ആളുകൾക്കും.
അവർ ഇനിയും വളർന്നു വന്ന പ്രശ്നമാവുമല്ലോ എന്ന്. അപ്പോൾ അവരെ പലരും ജാതീയമായി അധിക്ഷേപിക്കുന്നു, സാമ്പത്തികമായിട്ട് അധിക്ഷേപിക്കുന്നു. എത്ര രൂപ വാങ്ങണം എന്നൊക്കെ ആളുകളാണ് തീരുമാനിക്കണത്. നീ 5000 രൂപ വാങ്ങില്ല, 10,000 രൂപ വാങ്ങില്ല, അതിന് പണിയെടുത്തിട്ടല്ലേ. അതേപോലെ തന്നെ ഇവിടെ പറയുന്ന മറ്റ് കാസ്റ്റിൽ നിന്ന് അവൾ ദിക്ക് മാറിയതാണ്, ക്രിസ്ത്യനായി മാറി, അതിന് എന്തെങ്കിലും പറഞ്ഞിട്ടൊരു തരം താഴ്ത്താലേ. അതുപോലെ അവൾക്ക് അഹങ്കാരമാണെന്ന്, അഹങ്കാരം കാണിച്ചെന്താ പ്രശ്നം? രേണുസുതി ഇനി അഹങ്കാരം കാണിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിതത്തിൽ. കാരണം അവർ അത്രയും അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ ഈ സംഗതിയൊക്കെ ആലോചിക്കുക. അവൾ കക്കൂസ്റ്റ് ഉപയോഗിക്കുന്ന ഒരു ബക്കറ്റ് വരെ ആൾക്കാർ ദാനം തന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദിക്കണ ആളുടെ മാനസികാവസ്ഥ എന്താ, അവരുടെ ഒരു ഇൻറ്റൻഷൻ, ഉദ്ദേശം എന്തായിരിക്കും? ആ പിള്ളയുടെ അതൊരു പെണ്ണല്ലേ, അതിനിതൊന്നും മനസ്സിലാവില്ലേ? അവരുടെ ഈ മെസ്സേജ് അയച്ചുള്ള അവളുടെ ജീവിതം എങ്ങനെയായിരിക്കും ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കിയായിരുന്നു. അധ്വാനിച്ച് ജീവിക്കുന്ന ഒരുത്തിക്ക് ഇങ്ങനെ ഒരിക്കലും മെസ്സേജ് അയക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. കെട്ടിയും കൊണ്ടുവന്ന് തിന്നിട്ട് തിന്ന സാധനം എല്ലുമ്മ കുത്തിയിട്ട് മെസ്സേജ് അയച്ചായിരിക്കാനാണ് സാധ്യത രേണുസുതിരത്ത്. അങ്ങനെ ഒരു മെസ്സേജ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ വീഡിയോയിൽ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കണം. ഞാൻ ഇങ്ങനെ സംസാരിക്കില്ല പൊതുവെ. ഈ വയലൻസ് വെച്ചുള്ള കുറേ വാക്കുകൾ സംസാരിക്കുന്നത് എനിക്ക് പ്രശ്നമാണ്. ഞാൻ തെറി വിളിക്കാൻ തന്നെ വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ തെറി വിളിക്കാനൊക്കെ തുടങ്ങി. ഞാൻ അങ്ങനെ പൊതുവെ തെറി വാക്കുകൾ ഞാൻ ഉപയോഗിക്കില്ല. ഇവിടെ പറഞ്ഞു വന്നൊരു സംഗതി. പക്ഷെ എന്താ ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ ആലോചിച്ചൊക്കെ. എത്ര മോശമായ രീതിയിലാണ് ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എത്ര മോശമായ രീതിയിൽ. ഈ രേണുസുധീനെ എന്നല്ല, ഏത് വ്യക്തിനെയും നമ്മളൊരു ഹറാസ് ചെയ്യുന്ന സമയത്ത് ഒരാളെ കുറിച്ച് ഇങ്ങനെ സംഗതികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതും ഡയറക്റ്റാണ് സംസാരിക്കുന്നത്. നമ്മളൊരു കാര്യം ആലോചിക്കുക, അത് എത്രത്തോളം അവർക്കൊരു ട്രോമ ഉണ്ടാക്കും, എത്രത്തോളം അവർ ഫീലിങ്സ് ഇമോഷൻസിനൊക്കെ ക്രഷ് ചെയ്യണ പോലുള്ള ഒരു അവസ്ഥയായിരിക്കില്ല അത്. നിങ്ങൾ ഈ ഇത് കാണുന്ന ആളുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഈ രേണുസുധീര കാര്യം എല്ലാവരുടെ കാര്യം കൂടി ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ ഭർത്താവ് മരിച്ചിട്ട് നിങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ജീവിക്കാൻ തന്നെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കണം. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളോട് ഒരാൾ ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ തോന്നുക? അത് രേണുസുധീന് മറുപടി കൊടുക്കണം നോക്കുക. അത് ദാനം കിട്ടിയത് തന്നെയാണ്, ഞാൻ ഒരു അമ്മയാണെന്നുള്ളതുകൊണ്ട് ഇവിടെ ജീവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എത്ര എളിമയോട് കൂടിയിട്ട് പറയുന്നത്. വേണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പറഞ്ഞൂടെ, ഞാൻ ഇവിടെ ജീവിച്ച അണക്കെന്താ പ്രശ്നം, എൻ്റെ ഞാൻ 10 പൈസ വാങ്ങിയിട്ടില്ലല്ലോ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കത്തിക്കും ആൾക്കാർ. അയ്യോ അല്ലേ, എന്ത് കഷ്ടമാണ് ഇത്. പലരും അതേപോലെ ഇന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോനെ ബേസ് ചെയ്തിട്ടുള്ള എന്താ അറിയോ, രേണുസുധി സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടി ഇങ്ങനെ വീഡിയോ ചെയ്തു എന്ന്. എന്തിന് സഹതാപം പിടിച്ചു പറ്റാനാണ് അറിയോ അവരൊരു ലോജിക്കിൽ? അതായത് അതുലിനെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഹരാസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. വല്ലാണ്ട് ഹരാസ് ചെയ്യുന്നുണ്ട്, ഹരാസ് ചെയ്യുന്നു പറഞ്ഞിട്ട്. അപ്പോൾ പോലീസുകാർ ആ കേസ് എടുത്തില്ല എന്ന് പറഞ്ഞിട്ട്, അത് നിയമത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും. ഞാൻ അത്ര ആയിരിക്കുള്ളൂ. ഒരാളുടെ ഇമോഷൻസും ഫീലിങ്സും വെച്ച് വല്ലാണ്ട് ടോർച്ചർ ചെയ്യരുത്, ഒരാളെ ടോർച്ചർ ചെയ്യരുത്. അത് നമ്മളിപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, അത്യാവശ്യം കാശൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് നമുക്കൊരു പക്ഷേ മറ്റുള്ളവരുടെ വേദന അറിയണമെന്നില്ല. നമ്മളങ്ങനെ ഒറ്റപ്പെടുന്ന സമയത്ത്, ഈ സമൂഹം നമ്മളെ കുറ്റപ്പെടുന്ന സമയത്ത്, ഒറ്റപ്പെടുന്ന സമയത്ത്, തരം താഴ്ത്തുന്ന സമയത്ത് നമ്മളെ വല്ലാണ്ട് ടോർച്ചർ ചെയ്യുമ്പോഴാണ് ആ വേദന ഒരു പക്ഷേ നമുക്ക് മനസ്സിലാവുള്ളൂ. അത് മനസ്സിലാക്കണം, മിനിമം എമ്പതി വേണം, മനുഷ്യത്വം വേണം. അതില്ലാത്ത നായിൻ്റെ മക്കൾക്ക് അത് മനസ്സിലാവില്ല. അത്ര ഇതിലൊക്കെ പറയാനുള്ളൂ, വേറെപ്പൊന്നും പറയാനില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ അതാ പലരും അത് ഇറങ്ങണം ഇന്ന് അങ്ങനെ. അപ്പോൾ പോലീസുകാർ ആ കേസ് എടുത്തില്ല, അപ്പോൾ എന്നിട്ട് കരഞ്ഞ് നാറി ചമ്മി പോന്നു എന്നൊക്കെ പലരും പറഞ്ഞു. പോലീസുകാർ ആട്ടി വിട്ടു എന്നൊക്കെ പലതിൻ്റെ ക്യാപ്ഷൻ ഇന്ന്. പോലീസുകാർ ആട്ടി വിട്ടു തറേ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത്, അത് കാണുന്ന സമയത്ത് ഒക്കെ ആൾക്കാർക്ക് രേണുസുധീനെ എങ്ങനെ തോന്നുക, ആട്ടി വിട്ടൂല്ലേ പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ അവളുടെ സ്വഭാവം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെയല്ലേ ഈ ആട്ടി വിടുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെങ്ങനെ വിചാരിക്കുക? അത്രയും അഴുകിയ രീതിയിലുള്ള എന്താ പറയുക, ജന്തുക്കളെ ആട്ടിവിടുക, അങ്ങനെ ഒരു രീതിയിലൊക്കെ അല്ലേ, വൃത്തികെട്ട ജന്തുക്കളെ ആട്ടിവിടുക, അങ്ങനെ ഒരു സാധനമൊക്കെയാണ് ഈ ഇമ്പ്രഷനായിരിക്കും പലരുടെ ഉള്ളിലും ഈ സംഗതി ഉണ്ടായിരിക്കും. ഓരോരുത്തർ ഓരോ രീതിയിൽ എടുക്കുന്നുണ്ടായിരിക്കും. സാധാരണ എന്താ ആട്ടിവിടുക എന്നൊക്കെ പറയണമെങ്കിൽ അത്രയും ഒരു രീതിയിലൊക്കെ വെക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണോ രേണുസുധി? അല്ല, എനിക്കത് മനസ്സിലാവില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര നെഗറ്റീവായ ഒരു സാധനം വരുന്നുണ്ട് കേട്ടോ, നിങ്ങളുടെ വാക്കുകളൊക്കെ പറയുമ്പോൾ തന്നെ. ഞാൻ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് പറയട്ടെ. എന്നെ സംബന്ധിച്ചോളം രേണുസുധി എന്ന് പറയണത് ഇന്ന് കഷ്ടപ്പെടുന്ന, ദുരിതമനുഭവിക്കുന്ന എല്ലാ മനുഷ്യർക്കും, അതായത് ഒരു പ്രാക്ടിക്കൽ ലൈഫിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്കുള്ള ഒരു ഇൻസ്പിറേഷനാണ്, ഒരു പ്രചോദനമാണ്. അതങ്ങനെ തന്നെ. അത് ആരല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഒന്ന് ആലോചിക്കും, രാവിലെ എണീറ്റിട്ട്
ജോലിക്ക് പോയി കുട്ടികളുടെ കാര്യങ്ങൾ നോക്കി, വീട്ടുകാരുടെ കാര്യങ്ങൾ നോക്കി, അതും അച്ഛനും അമ്മയ്ക്കൊക്കെ വയസ്സായി, അവരുടെ കാര്യം നോക്കണം. അച്ഛന് എന്തോ പപ്പാന് അവർ പറയുന്നുണ്ട്, പപ്പയ്ക്ക് എന്തോ വയ്യാന്നോ, ഹോസ്പിറ്റൽ കേസ് അങ്ങനെ പരിപാടികളാണെന്ന് പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നോക്കി നല്ല ബുദ്ധിമുട്ടുണ്ട്. അതും ഇവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വീണിട്ടുണ്ടെങ്കിൽ കൊത്തിപ്പറിക്കാൻ വേണ്ടിയിട്ടാണ് സമൂഹത്തിൽ അവർ ജീവിക്കണത്. അപ്പോൾ എത്ര ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയില്ലേ? ഒരാളുടെ അടുത്ത് ഇടപഴകുമ്പോൾ എത്ര ശ്രദ്ധിക്കണം. ഒരു ഫോൺ കോൾ വരുമ്പോൾ പേടിക്കണ്ടേ, ഒരു മെസ്സേജ് വരുമ്പോൾ ശ്രദ്ധിക്കണ്ടേ, സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം പോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണ്ടേ, യൂട്യൂബിലൊരു വീഡിയോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണ്ടേ, ഒരു ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ, ഒരാൾ സംസാരിക്കുമ്പോൾ ജെനുവിനാണോ അല്ലേന്ന് എങ്ങനെ മനസ്സിലാവുക? ഇനി അഥവാ അതിലൊരു പനി എങ്ങാനും പിടിച്ചിട്ട് ഒരു 2-3 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസം വെയ്യാണ്ട് കടന്നു വിചാരിക്കുക, എന്തെങ്കിലും സംഭവിച്ചിട്ട് വെയ്യാണ്ട് കടന്നു, അങ്ങനെ സംഭവിക്കാതെ ഇരിക്കട്ടെ, വെയ്യാണ്ട് കടന്നു വിചാരിക്കുക. അപ്പോൾ ആൾക്കാർ പറയില്ല, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ആക്റ്റീവ് അല്ലാത്ത രീതിയിലൊന്നും മാറിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണല്ല, അതെന്തോ ആക്ടിങ് ആണ് പറയൂലേ. അതൊന്ന് കരഞ്ഞാൽ പോലും ആക്ടിങ് ആണെന്ന് പറയുന്ന ടീംസാണ് ഇവരെ ചുറ്റുമുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ? ഞാൻ സപ്പോർട്ട് ചെയ്യും. എന്ന് എഴുതി രേണുസുതി എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യുന്നല്ല പറഞ്ഞു വരുന്നത്. എനിക്കത് മാനസികമായിട്ട് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു തന്നൊരു കാര്യം എന്ന് വെച്ചാൽ, അതായത് ഒരാളെ എല്ലാ രീതിയിലും ഒറ്റപ്പെടുത്തുക, കുറ്റപ്പെടുത്തുക, ടോർച്ചർ ചെയ്യുക, അവരെ ഇമോഷൻസിന് ഫീലിങ്സിനെ ഒട്ടും പരിഗണിക്കാണ്ട് അവരെ ഹാർഡ് വർക്കിന് പ്രാധാന്യം കൊടുക്കാണ്ട് ഇങ്ങനെ ടോർച്ചർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ എനിക്കിത് പ്രശ്നമാണ്. അതിപ്പോൾ രേണുസുതി എന്നല്ല, ആരോട് അങ്ങനെ ചെയ്യുകയാണെങ്കിലും നമുക്ക് ട്രോളാം, വിമർശിക്കാം. ഇനിയിപ്പോൾ എന്നെ സംബന്ധിച്ച് 4 തെറി വിളിച്ചാലും കുഴപ്പമില്ല, തിരിച്ചവർ വേറെ രീതിയിൽ തെറി വിളിക്കുക, അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ എപ്പോഴും ഒരാളുടെ പിന്നാലെ നടന്ന് ടോർച്ചർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറാണ്, ഭയങ്കര ചെയ്യാൻ പാടില്ല, ക്രൂരമായ ഒരു സംഭവമാണത്. എന്താ ഇതിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ചേക്ക്, കഷ്ടം. ഇങ്ങനെ ക്രൂരമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആളുകളുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കാൻ പോകണമെന്ന് അറിയില്ല. അല്ല, ഇവർക്ക് കുറച്ച് പെയിൻ അനുഭവിച്ചാലും ഒരു പക്ഷേ ഇവർക്ക് മനസ്സിലാവുണ്ടാവുള്ളൂ അതിൻ്റെ ശരിക്കും പെയിൻ അനുഭവിക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു മാനസികാവസ്ഥ എന്നല്ലേ. പക്ഷേ ഞാൻ പറയുന്നത് വളരെ വയലൻസ് ആണല്ലേ, ക്രൂരമാണ്. എന്തായിക്കോട്ടെ. അതെ, എന്താ അറിയുമോ, അത്യാവശ്യം പുസ്തകങ്ങൾ വായിക്കുന്ന, അത്യാവശ്യം സിനിമകൾ കാണുന്ന, അത്യാവശ്യം ആളുകളോട് രസമായിട്ട് സംസാരിക്കുന്ന, ആളുകളുടെ വേദന മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ അത്യാവശ്യം സോഷ്യൽ സർവീസ് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും ഒരാളെ വല്ലാണ്ട് ടോർച്ചർ ചെയ്യൂല പിന്നാലെ നടന്നിട്ട്. ഈ ബിറ്റുകൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ ചീർക്കുക എന്ന് പറയുമ്പോൾ അല്ലേ, തിന്നിട്ട് എല്ലുമ്മ കുത്തിയിരിക്കണ ജന്തുക്കൾക്ക് കാശ് മാത്രം മതി എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന സദാചാരക്കാർക്കാണ് ഈ പ്രശ്നങ്ങളുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ എപ്പോഴെങ്കിലും വന്നിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യണ, തെറി വിളിക്കുന്ന ആളുകളുടെ കാര്യം, വിമർശിക്കുന്ന ആളുകളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നിരന്തരമായിട്ട് ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിരന്തരമായിട്ട്, അതായത് ഒരാളിലുള്ള ഒരു പോസിറ്റീവ് വശം ഒന്നും പരിഗണിക്കാണ്ട് എല്ലാ രീതിയിലും അയാളെ നെഗറ്റീവായിട്ട് ടാർണിഷ് ചെയ്യുക, അയാളുടെ ഇമേജ്, അങ്ങനെയുള്ള ആളുകളിൽ ഒരു കാര്യം പറയുന്നത്. അതും എത്ര വൾഗറായ വാക്കുകൾ വെച്ചിട്ടാണ് അവർ പറയുന്നത്. എന്ത് കഷ്ടം. അപ്പം ഞാൻ അതന്നെ പലരും വീഡിയോ ചെയ്തിട്ടുള്ള സംഗതി, അതായത് അപ്പോൾ അത് പോലീസുകാർ ആ കേസ് എടുത്തില്ലല്ലോ, കേസ് എടുക്കാത്തൊരവസ്ഥ വന്നപ്പോൾ അവരവിടുന്ന് കരഞ്ഞിട്ടാവുന്ന ആ കരച്ചിൽ പോലും ആക്ടിങ് എന്ന് പറയുന്നത്. അത് സാധാവും പിടിച്ച് പറ്റാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ആ കരയുമ്പോൾ ആളുകൾക്ക് സന്തോഷം, ആർത്ത് അട്ടഹസിക്കുക ആൾക്കാർ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. സന്തോഷമായിരുന്നു അവർക്ക് അങ്ങനെ രേണുസുതി കരയണ കണ്ടിട്ട്. ഒരാൾ കരയണ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെ ഇവർക്ക് ഇങ്ങനത് അത് ആഘോഷിക്കാൻ സാധിക്കുന്നതാണ്. പറഞ്ഞു വന്നത്. അപ്പോൾ അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് തരണമെന്ന്. എന്ത് കൊല്ലം സുധിയുടെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിരണം. അപ്പോൾ ആളുകൾക്ക് ഒരു സഹതാപതരംഗം ഉണ്ടാവില്ല, അതിന് വേണ്ടിയിട്ടാണ്. എന്താ ഒരു ചിന്ത കൊണ്ടുണ്ട്. ഇനിയിപ്പോൾ അഥവാ അങ്ങനെയാണ് വിചാരിക്കുക, എന്താ പ്രശ്നം? അവരുടെ യൂട്യൂബ് ചാനലല്ലേ, വേണമെങ്കിൽ കണ്ടാൽ മതിയോ, നാറികൾ വേണമെങ്കിൽ കണ്ടാൽ മതി. അവരുടെ യൂട്യൂബ് ചാനലിൽ അവരുടെ ടൈം, അവരുടെ താല്പര്യം, അവർ വീഡിയോ ചെയ്യാണ്ടിരിക്കുക ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളത് കണ്ടിട്ടാണല്ലോ റിയാക്ട് ചെയ്യണത്, അപ്പോൾ നിങ്ങൾക്കത് കാണണം വീഡിയോ അല്ലേ. എന്താ ചെയ്യുക? അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടേ ഒരാളെ പിന്നാലെ നടന്നിട്ടുണ്ട് ടോർച്ചർ ചെയ്യാണ്. ഇത് നമ്മൾ തമാശക്ക് വെറുപ്പിക്കുക എന്ന് പറയുന്ന പോലെ വെറുപ്പിക്കലല്ല, അത് ടോർച്ചർ ചെയ്യാണ്, പിന്നാലെ നടന്നിട്ട് ടോർച്ചർ ചെയ്യുക. എന്ത് കഷ്ടമാണ്. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. വേറെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയണത് വെച്ചാൽ ഞാനിങ്ങനെ മനസ്സിൽ ഉദ്ദേശിച്ച സാധനം നല്ല പുറത്ത് വന്നത്. അപ്പോൾ എന്തായാലും ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാൻ ഈ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും പൊതുവെ പറയില്ല, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ 5000 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ ഇനി നമ്മൾ കുറച്ചുകൂടെയൊക്കെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. ഇവിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട്. ഇവിടെ ഒരു മൊത്തം ബ്ലാക്ക് ഒക്കെ ആക്കണമെന്നുണ്ട് കളറ്.
ബ്ലാക്കോ ഗ്രീനോ നിങ്ങൾക്ക് ഏതെങ്കിലും കളർ സജസ്റ്റ് ചെയ്യണ്ട ഗൈസ്. ഇതിലൊരു വൈറ്റ് ബോർഡുകൾ 2 ഇരിക്കുന്നുണ്ട്, ഇതെങ്ങനെ ഇരിക്കുന്നുണ്ട്, ഇത് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ ഈ രേണുസുധീനെ ഇന്നത്തെ രേണുസുധീരെ ഒരു അവസ്ഥ ഉണ്ടാവും, അവർ ആ കാര്യം കണ്ടപ്പോഴേക്ക് പാവം തോന്നിയിട്ടു. അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി. ഞാൻ അതങ്ങനെ അപ്പോഴത്തെ ഒരു മൂഡിൽ പറഞ്ഞു പോയതാണ്. ഇതങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല അത്. എന്ത് പറയണമെന്ന് കൃത്യമായി പ്ലാനിങ്ങോടെ പറഞ്ഞതല്ല. ഓക്കെ, സോറി. ബൈ ബൈ, സീ യു.